ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈക്ക 2424. നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മണ്ണത്തിലുള്ള പോപ്പുലർ മാരുതിയുടെ ട്രൂ വാല്യൂലാണ്. നമുക്കിവിടെ നമ്മുടെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് വിഷ്ണു ചേട്ടനുണ്ട്. നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ചേട്ടനായിരിക്കും നമുക്ക് പറഞ്ഞു തരുന്നത്. ചേട്ടാ, എങ്ങനെ ഇവിടെ കാര്യങ്ങളൊക്കെ? ഇത് വന്നിട്ട് നമ്മൾ മണ്ണത്തിലെ ന്യൂ ഫോമാറ്റാണ് വരുന്നത്. നമുക്കിവിടെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്. അതായത് മാരുതിയുടെ വണ്ടി മാത്രമല്ല, അതർ മോഡൽസ്, അതർ ബ്രാൻഡ്സ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ അതിന് വാറന്റിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 6 മാസം 1 ഇയർ മാരുതി വാറന്റി അല്ലാതെ കൂടാതെ തന്നെ നമ്മൾ അതർ ബ്രാൻഡ്സിന് നമ്മൾ 6 മാസം 1 ഇയറും വാറന്റി കൊടുക്കാറുണ്ട്. അതെ, അതിന് സർവീസ് കാണത്തില്ല. സർവീസ് ഉള്ളത് മാരുതിയുടെ വണ്ടികൾക്ക് മാത്രമേ വാറന്റി കൊടുക്കത്തുള്ളൂ. അത് 7 വർഷം പഴക്കമുള്ള വണ്ടികൾക്കും ഈ 4 വർഷം പഴക്കമുള്ള വണ്ടികൾക്കുമാണ് വാറന്റി നമ്മൾ കോമൺ ആയിട്ട് ഫ്രീ വാറന്റി കൊടുക്കുന്നത്. മാരുതി വാറന്റി കൊടുക്കുന്നത്. അതില് കോമൺ ആയിട്ട് വരുന്നത് വെച്ചാൽ 3 ഫ്രീ സർവീസ് ആണ് വരുന്നത് ഈ പറഞ്ഞ മാരുതിയുടെ വണ്ടികൾക്ക് മാത്രം. അതർ ബ്രാൻഡ്സിനാണെങ്കിൽ 2016 ശേഷമുള്ള വണ്ടികൾക്ക് നമ്മൾ പോപ്പുലർ വാറന്റി കൊടുക്കും. അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള അതർ ബ്രാൻഡ്സ് ആണെങ്കിൽ നമ്മൾ വാറന്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് എക്സ്ചേഞ്ച് ഫൈനാൻസും എല്ലാം അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി വരുമ്പോൾ മാരുതി സുസുക്കിയുടെ വൈറ്റ് കളർ ബ്രസ്സയാണ്. ചേട്ടാ, ഇതെങ്ങനെ ഡീറ്റെയിൽ? ഏത് വർഷം വണ്ടി? ഇത് വന്നിട്ട് ബ്രസ ZXi വേരിയന്റ് ആണ്. പെട്രോള്. പിന്നെ 2021 മോഡലാണ്. 2021 മോഡലാണ്. അതെ. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 46,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിച്ചുള്ളൂ. 46,000. പിന്നെ 1 ഇയർ മാരുതി വാറന്റി, 3 ഫ്രീ സർവീസ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. 1 ഇയർ വാറന്റി. അതെ. പിന്നെ ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ഇതിൽ പുഷ് ബട്ടൺ വരുന്നുണ്ട്, കീലെസ് എൻട്രി, പിന്നെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC വരുന്നുണ്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾ, സ്റ്റിയറിംഗ് ടിൽറ്റ് ആണ് വരുന്നത്, പിന്നെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പ്രൊജക്ടർ, ക്യാം എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം കാര്യമായിട്ടുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഈ വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് വരുമ്പോൾ എങ്ങനെ? ഇത് 9.5 വരും. 9.5. നമുക്ക് ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ എത്ര വേണ്ടി വരും? ഡൗൺ ഒരു 1 രൂപയ്ക്കകത്ത് അടച്ചാൽ മതി. 1 രൂപയ്ക്കകത്ത് അടയ്ക്കേണ്ടി വരും. നമുക്ക് പെർ ലാക്ക് EMI ഒക്കെ വരുമ്പോൾ പെർ ലാക്ക് 2,300-നും 450-നും ഇടയ്ക്ക് വരും പെർ ലാക്ക്. അപ്പൊ നമുക്ക് അടുത്ത വണ്ടി നോക്കാം. നമ്മുടെ നെക്സ്റ്റ് വണ്ടി വരുമ്പോൾ വാഗണർ ആണ്. ചേട്ടാ, ഇതിന്റെ ഡീറ്റെയിൽ ഒക്കെ എങ്ങനെ? ഇത് വന്നിട്ട് വാഗണർ VXi 1 ലിറ്റർ എഞ്ചിനാണ്. 2022 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. പിന്നെ കിലോമീറ്റർ വന്നിട്ട് ഒരു 29 ഓടിയിട്ടുള്ളൂ. അതെ. സെക്കൻഡ് ഓപ്ഷൻ VXi. ഇത് 1 ലിറ്റർ അല്ലേ? അതെ. ഇത് വരുന്നിട്ട് 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, കമ്പനി ബിൽഡ് സ്റ്റീരിയോ, പിന്നെ സിംഗിൾ എയർ ബാഗ്, ABS വരുന്ന ടൈപ്പാണ്. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 540 വരുന്നത്. റീപ്ലേസ്മെന്റ് വേറെ കാര്യങ്ങളൊന്നും ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഇതിലെങ്ങനെ 1 ഇയർ വാറന്റി ആണോ? ഇതിന് 1 ഇയർ വാറന്റിയാണ് വരുന്നത്. 2022 മോഡലാണ്. 22. അതെ. അപ്പൊ നിലവിലുള്ള എക്സ്റ്റൻഡ് വാറന്റികൾ കാണുമല്ലോ. അതെ. അത് കൂടാതെ എക്സ്റ്റൻഡ് വാറന്റി ഇപ്പൊ കസ്റ്റമർ എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമ്മളെ കസ്റ്റമർ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. ഇത് വന്നിട്ട് നമ്മളെ ടാറ്റയുടെ ടിയാഗോ എന്ന് പറഞ്ഞ മോഡലാണ്. XT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പിന്നെ കമ്പനി ബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട് അതിൽ. ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. പെട്രോൾ വണ്ടി 2021 മോഡലാണ്. 1 ലിറ്റർ ആണ്. 1.2. അതെ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ഇതിന്റെ കിലോമീറ്റർ എത്രയായി? ഇതിപ്പം 21,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ റേറ്റ് വന്നിട്ട് 525 ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ്. ഇത് നമുക്ക് ഡൗൺ പേയ്മെന്റ് എത്രയൊക്കെ വേണ്ടി? ഇതൊക്കെ ഒരു 50-60 അടച്ചാൽ മതി. അത്രയും മതി കുറഞ്ഞത്. കമ്പനി സർവീസിൽ? അതെ, കമ്പനി സർവീസ് ആണ്. പിന്നെ നമ്മൾ വാറന്റി കൊടുക്കുന്നുണ്ട്. പോപ്പുലർ വാറന്റി 6 മാസത്തെ വാറന്റി ഇതിനെ കൊടുക്കുന്നുണ്ട്. ടയേഴ്സ് ഒക്കെ നല്ല ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ഒക്കെ എല്ലാം ഒരു 85-90% 4 ടയറും അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ്. അതെ. നെക്സ്റ്റ് വണ്ടി ഒരു കോമ്പാക്ട് SUV ആണ്. 5 സീറ്റർ വണ്ടിയാണ്. ചേട്ടാ, എങ്ങനെ കാര്യങ്ങളൊക്കെ ഇതിന്റെ? ഇത് വന്നിട്ട് ക്രെറ്റ 2015 മോഡലാണ്. അതെ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. അതെ. ഡീസൽ പെട്രോൾ ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അതെ. ഇതിൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? ഇത് 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പിന്നെ കമ്പനി ബിൽഡ് സ്റ്റീരിയോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതില് 5 ഇയേഴ്സ് നമുക്ക് ഫിനാൻസും കിട്ടും. 85% ഫണ്ടിങ് ഉണ്ട്. കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് 60-70 അടച്ചാൽ മതി. ഇതിന്റെ വില വന്നിട്ട് 625 വില വരുന്നത്. 6,25,000. അതെ. നല്ല ടയേഴ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അതെ. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് നമുക്ക് 60-70 അടച്ചാൽ മതി. ഡൗൺ പേയ്മെന്റ് അത്രേ വരുള്ളൂ. ഫ്രണ്ട്സ്, ഇത് വന്നിട്ട് നമ്മുടെ മാരുതി ഓൾട്ടോ K10 മാനുവൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2018 മോഡല്, 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ്. പിന്നെ നമുക്കിതിന് 6 മാസം മാരുതി വാറന്റി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്.
പിന്നെ ഇതിന് 5 years വരെ ഫിനാൻസ് കിട്ടും, പിന്നെ 85% വരെ ഫണ്ടിങ് കിട്ടും. ഇതിന്റെ ഡൗൺ പേയ്മെന്റ് നമുക്ക് 50-60 അടച്ചാൽ മതി. ഇതിനും 50-60 മതി. ഇത് പ്രൈസ് എങ്ങനെയാ പറഞ്ഞത്? ഇത് പ്രൈസ് വന്നിട്ട് 350 വരും. 3,50,000. ഈ പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ അല്ലേ? അതെ സാർ, അതെ. നമുക്ക് എക്സ്ചേഞ്ച് ആയാലും കിട്ടും, എക്സ്ചേഞ്ച് സൗകര്യം എല്ലാം വരും. എക്സ്ചേഞ്ച് സൗകര്യം കിട്ടും. ഓക്കെ. ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ വരും. ഇതിന്റെ പിന്നെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ 2 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, കമ്പനി ബിൽഡ് സ്റ്റീരിയോ, ഇത്രയാണ് വരുന്നത് ഫീച്ചേഴ്സ് എന്ന് പറയാൻ. ചേട്ടാ അപ്പൊ നെക്സ്റ്റ് മൈക്രോ അല്ലേ നീസാന്റെ? അതെ അതെ അതെ. ഇതെങ്ങനെ കാര്യങ്ങള്? ഇത് വന്നിട്ട് നമ്മുടെ 2013 മോഡല്, 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ് വണ്ടി. പെട്രോൾ. അതെ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഗുഡ് കണ്ടീഷൻ ആണ് വരുന്നത്. 4 ടയർ ആവറേജ് ഒരു 65-70 ടയർ ഉണ്ട് വരും. അത്യാവശ്യം നല്ല ഗുഡ് കണ്ടീഷൻ ടയർ. അതെ അതെ. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ. അതെ അതെ. ഈ ചെറിയ വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് ഈ വണ്ടി കുറച്ചുകൂടെ മെച്ചമായിരിക്കും. 5 സീറ്റർ വണ്ടിയാണ്. അത്യാവശ്യം ചെറിയ ഫാമിലി യൂസിനും ലോങ് ഓട്ടത്തിന് എല്ലാത്തിനും ബെറ്റർ ആയിരിക്കും. ഓക്കെ. ഇതിന്റെ വില വരുന്നത് 2.65 ആണ് വരുന്നത്. 2.65, 2,65,000 ഫ്രണ്ട്സ്. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതെ അതെ. ഓക്കെ. ലോൺ നമുക്ക് എത്ര? ലോൺ നമുക്ക് 2013 നമുക്കൊരു 4 years വരെ കിട്ടും. ഡൗൺ പേയ്മെന്റ് ഒരു 50-60 അടച്ചാൽ മതി. 50 രൂപ ആ റേഞ്ച് മതി. അത്രേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ മാരുതിയുടെ സ്വന്തം സ്വിഫ്റ്റ് ആണ്, 5 സീറ്റർ മോഡൽ വരുന്ന പെട്രോൾ ആണ്. അതെ. ഇത് വന്നിട്ട് സ്വിഫ്റ്റ് VXI വേരിയന്റ് ആണ്, 2014 മോഡൽ. സെക്കൻഡ് ഓപ്ഷൻ പെട്രോൾ ആണ്, 2014 മോഡൽ. ഒരു 63,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡാണ് വരുന്നത്. വണ്ടി കുറച്ചുകൂടെ ഗുഡ് കണ്ടീഷൻ ആണ്. പിന്നെ 4 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. സ്വിഫ്റ്റ് ആണ്, നമുക്ക് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ. അതെ. ഓക്കെ. ഇതെങ്ങനെ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 440 റേറ്റ് വരും. 440. ഫൈനാൻസ് 50 രൂപ മതിയാവും. അതെ അതെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വണ്ടി ബെലനോ, റെഡ് കളർ. എങ്ങനെയാ ചേട്ടാ കാര്യങ്ങൾ? ഇത് വന്നിട്ട് 2016 മോഡല് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അത് ഏത് എങ്ങനെയാ? അതായത് ബേസ് വേരിയന്റ് തൊട്ടാണെങ്കിൽ സിഗ്മ, സെക്കൻഡ് വേരിയന്റ് ഡെൽറ്റ, തേർഡ് വേരിയന്റ് സീറ്റ, ഫോർത്ത് ആണ് ഫുൾ ഓപ്ഷൻ ആൽഫ. അതിന്റെ തൊട്ട് താഴെ വരുന്ന തേർഡ് വേരിയന്റ് ആണ് സീറ്റ. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പുഷ് ബട്ടൺ വരും, ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC, ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ്, സ്റ്റിയറിംഗ് ടിൽറ്റ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ഡ്യുവൽ എയർ ബാഗ്, ABS, പിന്നെ ഗ്ലാസ് ഒക്കെ ടിന്റഡ് ആണ് വരുന്നത്. കമ്പനി ബിൽട്ടാ വരുന്നത്. ആ സമയത്ത് ഇറങ്ങിയ അലോയ് വീൽസ് എല്ലാം വരുന്നുണ്ട്. അതായത് പ്രൊജക്ടർ ലൈറ്റ് വരും. അത് വരുന്നത് നെക്സ്റ്റ് വേരിയന്റിലാണ് വരുന്നത്. ആൽഫയിലാണ് പ്രൊജക്ടർ ഓപ്ഷൻ. അതെ, DLR. അതൊഴിച്ച് ബാക്കിയെല്ലാം. പിന്നെ ഒരു ടച്ച് സ്ക്രീൻ വ്യത്യാസം വരും. അത് ടച്ച് സ്ക്രീൻ ഇല്ല, അത് ഫുൾ ഓപ്ഷനിലേ വരുള്ളൂ. സ്റ്റീരിയോ ടൈപ്പ്. അതെ, ആ രണ്ടും കാര്യങ്ങൾ മാത്രമേ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് ഉള്ളൂ. വേറെ എല്ലാം സെയിം തന്നെയാണ്. ഇത് കിലോമീറ്റർ എങ്ങനെ പറഞ്ഞു? ഇത് 46 പെട്രോൾ വണ്ടി, 1.2 4 ലിറ്റർ. അതെ അതെ. ഇത് 535 വരും. 5,35,000. അതെ. ലോണ് ഒരു 50-60 രൂപ അറേഞ്ച് അത്രയും അടച്ചാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റെഡ് ബെലേനോ കഴിഞ്ഞ് പിന്നെ ഒരു റെഡ് സ്വിഫ്റ്റ് ആണ്. ചേട്ടാ ഇതെങ്ങനെ വർഷം കാര്യങ്ങളൊക്കെ? ഇത് വന്നിട്ട് 2018 VXI വേരിയന്റ് ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് വന്നിട്ട് 6 മാസം മാരേജ് വാറന്റി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ്. പിന്നെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 4 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പിന്നെ കമ്പനി ബിൽഡ് സ്റ്റീരിയോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഡ്യുവൽ എയർ ബാഗ്, ABS, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. റിമോട്ട് സെൻട്രൽ ലോക്കും. അതെ അതെ. റിമോട്ട് അലോയ്സ് വരുന്നില്ല. അലോയ്സ് മാത്രമേ ഇതിൽ വരുന്നില്ല. ബാക്കി എന്താ പറയാ, ബാക്കിയെല്ലാം അത്യാവശ്യം കാര്യങ്ങൾ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതെ അതെ. കിലോമീറ്റർ 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രൈസ് വരുമ്പോൾ 560 വരും. 5,60,000. ഇതും ചെറിയ ഡൗൺ പേയ്മെന്റ് മതിയാവും. അതെ അതെ, അത്രേ ഉള്ളൂ. 6 മാസം വാറന്റി വരുന്ന സ്വിഫ്റ്റ്. അതെ. ഓക്കെ. 6 മാസം മാരേജ് വാറന്റി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഗ്രാൻഡ് ഐറ്റൺ. അതെ. ഏത് വർഷവും? ഇത് 2014 ന്യൂ ഷേപ്പ് ആണ് വണ്ടി. 2014. ഓണർഷിപ്പ് സിംഗിൾ ആണ് വരുന്നത്. കിലോമീറ്റർ എത്ര? കിലോമീറ്റർ 66. സിംഗിൾ ഓണർഷിപ്പ്, ബ്ലൂ കളർ വണ്ടി. അത് 1 ലിറ്റർ അല്ലേ? 1.2. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. 4 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നത്. റിമോട്ട് സെൻട്രൽ ലോക്കും കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. കമ്പനി വാറന്റി എങ്ങനെ? ഇതിന് വാറന്റി വരത്തില്ല. ഇതിന് നമുക്ക് 16 ശേഷമുള്ള വണ്ടികൾക്കാണ് വാറന്റി വരുന്നത്. പോപ്പുലർ വാറന്റി വരുന്നുണ്ട്. പിന്നെ 7 വർഷം പഴക്കമുള്ള വണ്ടികൾക്ക് മാരേജ് വാറന്റി കൊടുക്കുന്നുണ്ട്, 3 ഫ്രീ സർവീസും. അതായത് 7 വർഷം പഴക്കമുള്ളതിന് 6 മാസം 3 ഫ്രീ സർവീസും. പിന്നെ 4 വർഷം പഴക്കമുള്ള മാരേജ് വണ്ടികൾക്ക് 1 year 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് വന്നിട്ട് റേറ്റ് വന്നിട്ട് 340 ആണ് വരുന്നത്. 340. അതെ, നെഗോഷ്യബിൾ പ്രൈസ്. അതെ അതെ.
ഇതും ഒരു 50 രൂപ റേഞ്ച് ഡൗൺ പേയ്മെന്റ് അത്രേ ഉള്ളൂ. പെട്രോൾ വണ്ടി. അതെ, അത്യാവശ്യം ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചെറിയ വണ്ടി. അതെ, അകത്ത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ് ഈ വണ്ടിയുടെ. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വണ്ടി ഹ്യുണ്ടായുടെ വണ്ടിയാണ്. KL35 പാല രജിസ്ട്രേഷൻ മോഡലാണ്. വൈറ്റ് കളറിലുള്ള വെന്യൂ ആണ്. ചേട്ടാ എങ്ങനെ കാര്യങ്ങളൊക്കെ? ഇത് വന്നിട്ട് S+ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ്. ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, പിന്നെ ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, റിവേഴ്സ് ക്യാം, ടച്ച് സ്ക്രീൻ സെൻസർ എല്ലാം വരുന്നുണ്ട്. അതെ അതെ, ഇതിൽ അലോയ് വീല് വരുന്നില്ല, അത്ര മാത്രമേ ഇല്ലാത്തുള്ളൂ. ഹെഡ്ലൈറ്റ് പ്രൊജക്ടർ ആണ്. ഓക്കെ. ഇത് വന്നിട്ട് 37 സംതിങ് ഓടിയിട്ടുള്ളൂ. 37,000 കിലോമീറ്റർ പെട്രോൾ വണ്ടി. അതെ അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് വരും. 5 സീറ്റിൽ വരുന്ന കോമ്പാക്ട് SUV മോഡൽ. അതെ അതെ അതെ. പ്രൈസ് വരുമ്പോൾ 7-10 വരും. 7,10,000. അതെ അതെ. ഓക്കെ. ഇതെങ്ങനെ വാറണ്ടി എങ്ങനെ? ഇത് വാറണ്ടി 6 months വാറണ്ടി. ഓക്കെ. 2020 മോഡലാണ്. 2020 സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. ഓക്കെ. പിന്നെ വാറണ്ടി കവേർഡ് ആണ്. സർവീസ് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസർ 6 മാസത്തെ വാറണ്ടി. 6 മാസം ഇതിനുള്ള വാറണ്ടി. എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസറിന് 6 മാസം വാറണ്ടി. അതെ അതെ. ഓക്കെ. റിനോൾട്ടിന്റെ കിഡ് 2017 ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. RXT ഓപ്ഷണൽ. RXT ഓപ്ഷൻ. എയർ ബാഗ് വരത്തില്ല. ഇല്ല. ഓക്കെ. ഇത് 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ വില വരുന്നത് 275 വരുന്നത് റേറ്റ്. 275. നമ്മുടെ ഓണർഷിപ്പ് എങ്ങനെ? സിംഗിൾ ആണ് ഓണർഷിപ്പ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 1 ലിറ്റർ അല്ലേ ഇത്? അതെ, 1 ലിറ്റർ എഞ്ചിനും കൂടെയാണ്. മാനുവൽ ട്രാൻസ്മിഷൻ. 275 വരും. പെട്രോൾ എഞ്ചിൻ മോഡൽ. ഇതിന് 5 years ഫിനാൻസ് അവൈലബിൾ ആണ്. പിന്നെ 85% ഫണ്ടിങ് ഉണ്ട്. ഓക്കെ. ഓക്കെ. അത്യാവശ്യം റീപ്ലേസ്മെന്റ് വേറെ ഇഷ്യൂസോ ഇല്ല. 4 ഗുഡ് കണ്ടീഷൻ ടയേഴ്സ് ആണ്. അതെ. ഇവിടെ ചെറുതായിട്ട് ഗ്ലാസ് ലൈറ്റ് ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്. അതെ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അത്യാവശ്യം നീറ്റ് ആണ്. കാരണം ടച്ച് സ്ക്രീന്, ടൂളർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യമുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ മൈലേജ് നമുക്ക് ഉദ്ദേശിച്ചത് മൈലേജ് 17 മൈലേജ് കിട്ടും സിറ്റിയിൽ. ഓക്കെ. ഓക്കെ. നമ്മുടെ മാരുതിയുടെ ഓൾട്ടോ 800 ആണ്. LXi 2018 മോഡലാണ്. ഇത് വന്നിട്ട് 22,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 2 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, പിന്നെ അത്രയാണ് വരുന്നത്. സ്റ്റീരിയോ അഡീഷണൽ വരുന്നതാണ്. ഓക്കെ. ഓക്കെ. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റെയിൻ ഗാർഡ്, സൈഡ് ബീഡിങ്, പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക്. പിന്നെ ഇതിന്റെ ടയർ ഒക്കെ വരുമ്പോൾ അത്യാവശ്യം ടയറും ഉണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. നല്ല ഗ്രേ കളർ, നല്ലൊരു കളറാണ്. പിന്നെ ഇതിന് മാരേജ് വാറണ്ടി അവൈലബിൾ ആണ്. ഒരു 6 months മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഇതിന് എങ്ങനെ റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുമ്പോൾ 310 വരുന്നത്. 3,10,000. അതെ. ഇത് നെഗോഷ്യബിൾ പ്രൈസ് ആണ്. അതെ. ഇത് വന്നിട്ട് മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. 2018 VX മോഡലാണ് വരുന്നത്. VX വേരിയന്റ്. ഇത് ഓടിയിരിക്കുന്നത് കിലോമീറ്റർ 49 ഓടിയിരിക്കുന്നത്. പിന്നെ ഇതിന് വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ 4 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, മാരുതി ബിൽഡ് സെൻട്രൽ ലോക്ക്, കമ്പനി ബിൽഡ് സ്റ്റീരിയോ, ബ്ലൂടൂത്ത്, പിന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരെ ഉണ്ട്. ഓക്കെ. KL02 കൊല്ലം രജിസ്ട്രേഷൻ, വൈറ്റ് കളറിൽ വരുന്ന സ്വിഫ്റ്റ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 590 ആണ് വരുന്നത്. 5,90,000. ഇതിനും മാരേജ് വാറണ്ടി കവേർഡ് ആണ്. 6 മാസം മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട് ഈ വണ്ടിക്ക്. മാരുതിയുടെ എക്സ്പ്രസ് ആണ്. ഗ്രേ കളർ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. VX+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 2021 മോഡല്. കിലോമീറ്റർ വന്നിട്ട് 40 സംതിങ് ഓടിയിട്ടുള്ളൂ. പിന്നെ 1 year മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. പിന്നെ ടച്ച് സ്ക്രീൻ അഡീഷണൽ ചെയ്തിട്ടുണ്ട്, ഡ്യുവൽ എയർ ബാഗ്, ABS, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. റേറ്റ് വന്നിട്ട് 455 വരുന്നത്. 455. അതെ. 50,000 രൂപ ഡൗൺ പേയ്മെന്റ്. അത്രയും മതി. 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വണ്ടി ഇറക്കാം. പെട്രോൾ മോഡൽ, 5 സീറ്റർ, ചെറിയൊരു ഫാമിലി കാർ. അതെ. അടുത്ത വണ്ടി വരുമ്പോൾ മാരുതിയുടെ 5 സീറ്റിൽ വരുന്ന സെഡാൻ മോഡലാണ്. ഡിസയർ ആണ്. ചേട്ടാ ഇത് ഏതാ വർഷം? ഇത് 2017 മോഡൽ VDI. സെക്കൻഡ് ഓപ്ഷൻ ഡീസൽ. സെക്കൻഡ് ഓപ്ഷൻ 42,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് 42,000 കിലോമീറ്റർ. ഇതിന് 6 months മാരേജ് വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. പിന്നെ 4 door പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC, മാരുതി ബിൽഡ് സെൻട്രൽ ലോക്ക്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, മാരുതി ഇൻബിൽഡ് സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട്. ബാക്കിൽ AC വെന്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. വെന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനെങ്ങനെ റേറ്റ് ചോദിക്കുന്നത്? ഇതിന്റെ റേറ്റ് വന്നിട്ട് 640 വരുന്നത്. 6,40,000. KL24 കൊട്ടാരക്കര രജിസ്ട്രേഷൻ വണ്ടി. അതെ. നമ്മുടെ സെഡാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അത്യാവശ്യം മൈലേജും കൂടുതലാണ്. 10-24 മൈലേജ്. 24 മൈലേജ്. വൈറ്റ് കളർ വാഗണർ ആണ്. ചേട്ടാ ഇതെങ്ങനെ
ഇത് വാൻഡർ VXi സിംഗിൾ ഓണർഷിപ്പ് 2023 ആണ്. 2023 സിംഗിൾ ഓണർഷിപ്പ്. അതെ അതെ, 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. VXi ആണ് വേരിയന്റ്. ഓക്കെ, 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ പെട്രോൾ. ഓക്കെ, ഇതെങ്ങനെ റേറ്റ് എങ്ങനെ? ഇത് 6 ലക്ഷം വരും. 6 ലക്ഷം നെഗോഷ്യബിൾ പ്രൈസ്. കമ്പനി സർവീസ് വരുന്നല്ലേ? അതെ അതെ, 1 ഇയർ മാരുതി വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നോർമലി 2 വർഷം വാറണ്ടി കാണുമല്ലോ പുതിയ വണ്ടിക്ക്. എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കസ്റ്റമർ റേറ്റ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വണ്ടി വരുമ്പോൾ i10 ആണ്, ഹ്യുണ്ടയുടെ i10 ആണ്. ചേട്ടാ ഇതെങ്ങനെ? ഇത് 2015 മോഡലാണ്. 2015. അതെ അതെ അതെ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഒന്നും 44 ഓടിയിട്ടുള്ളൂ. 44 i10 Nira എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. i10 Nira. അതെ, പവർ സ്റ്റിയറിംഗ് AC, പവർ സ്റ്റിയറിംഗ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2 ഡോർ 4 ഡോർ പവർ വിൻഡോ ഇല്ല ഇതില്. പവർ വിൻഡോ വരൂല. പവർ സ്റ്റിയറിംഗ് AC മാത്രമേ ഉള്ളൂ ഇതില്ല. പിന്നെ സ്റ്റീരിയോ അഡീഷണൽ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഇത് 44,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. പെട്രോൾ മോഡൽ. ഇത് വന്നിട്ട് 295 ആ റേഞ്ച് ഒക്കെ വരും. 2,90,000. 95. ഓക്കെ. അപ്പൊ അടുത്ത മോഡൽ വരുമ്പോൾ ഓൾട്ടോ ആണ്. 2015 ആണ്, സിംഗിൾ ഓണർഷിപ്പ്, 62,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. LXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് 2 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ സെൻട്രൽ ലോക്ക് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അതെ അതെ, റേറ്റ് വരുമ്പോൾ 265 ആണ് വരുന്നത്. 265 ഓൾട്ടോ. അതെ. ഇതിന് വാറണ്ടി വരില്ലല്ലോ? ഇല്ല, വരുന്നത്. ബ്ലൂ കളറിൽ വരുന്ന ഓൾട്ടോ 800 വേരിയന്റ്. വേരിയന്റ് LXi ആണ്, 2013 മോഡലാണ്. 2013 മോഡൽ ഓൾട്ടോ. 58,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് വരുമ്പോൾ സെക്കൻഡ് ആണ് വരുന്നത്. പിന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. 2 ഡോർ പവർ സ്റ്റിയറിംഗ്, AC എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുമ്പോൾ 215 ആണ് റേറ്റ്. 2,15 ലക്ഷം. മാക്സിമം നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ചെറിയ ഡീവിയേഷൻ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഫിനാൻസ് അവൈലബിൾ ആണ്. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സ് ആണ്. ടയേഴ്സ് ഒക്കെ നല്ല കണ്ടീഷൻ ടയേഴ്സ് ആണ്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മോഡൽ നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് വരുമ്പോൾ സിലേരിയ ആണ്. 2014 മോഡൽ. 2014 1000 cc വരുന്ന 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ വരുന്നത്. അതെ, ഇത് ഓപ്ഷണൽ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. എയർ ബാഗ് വരുന്നത്. അതെ, ഫുൾ ഓപ്ഷനിൽ നിന്നും കുറച്ചുകൂടെ കൂടിയ മോഡലാണ്. 100 വണ്ടിയിലൊരു എന്താ പറയാ, ഒരു 15-20 വണ്ടിക്കകത്ത് ഇത് ഇറങ്ങിയിട്ടുള്ളൂ. ഓക്കെ, ഇത് അഡീഷണൽ ആയിട്ട് എന്തോ വരുന്ന ഓപ്ഷൻ? അഡീഷണൽ എന്ന് പറയുമ്പോൾ ഒരു അതായത് ഒരു എയർ ബാഗ് കൂടെ അഡീഷണൽ വരും. ABS വരും. പിന്നെ അലോയ് വീൽസ്, കമ്പനി അലോയ് വീൽസ് അഡീഷണൽ വരും. ഓക്കെ ഓക്കെ. പിന്നെ ഫോഗ് ലാമ്പ് അഡീഷണൽ വരും. ഇതൊക്കെയാണ് കാരണം അഡീഷണൽ ആയിട്ട്. ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ വരുന്ന മോഡൽ. അതെ. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ 4 ഡോർ പവർ വിൻഡോസ്, അത്യാവശ്യം എല്ലാം ഉണ്ട്. ഫുൾ ഓപ്ഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം. ഇതിൽ ഒരു ആവറേജ്, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റും വരും. ഓക്കെ, ഡ്രൈവർ സൈഡ്. ഓക്കെ, ഇതിൽ ഒരു ആവറേജ് മൈലേജ് എത്ര വരും? ഒരു 10-17 മൈലേജ് കിട്ടും. റേഞ്ച് ഒക്കെ കിട്ടും. ഇതെങ്ങനെ കിലോമീറ്റർ എത്ര? കിലോമീറ്റർ ഒരു 65-66. ഇതിപ്പോ പ്രൈസ് എങ്ങനെ വരും? പ്രൈസ് ഒരു 360-65 റേഞ്ച് വരും. 360 ആ റേഞ്ച് വരും. ഓക്കെ. പിന്നെയും സിലേരിയ വൈറ്റ് കളർ. ചേട്ടാ ഇതേത് വർഷം? ഇത് 2015 മോഡല്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വരുന്നത്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി. 45,000. അതെ അതെ. സെയിം VXi. ഇത് VXi ആണ്, മിഡ് വേരിയന്റ്. 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് 355 ആണ് വരുന്നത്. 3,50,000. അതെ അതെ അതെ. ഓക്കെ, നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അപ്പൊ അടുത്ത മോഡൽ വാഗണറിന്റെ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ചേട്ടാ ഇതേതാ വർഷം? 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 കിലോമീറ്റർ. VXi വേരിയന്റ് ആണ്, 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1000 cc 1 ലിറ്റർ പെട്രോൾ വണ്ടി. റേറ്റ് വരുമ്പോൾ 545 ആ റേഞ്ച് വരും. 545 വരും. അതെ. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി വരുമ്പോൾ KL24 കൊട്ടാരക്കര രജിസ്ട്രേഷൻ മോഡലാണ്. സ്റ്റിംഗ്രേ. അതെ. ചേട്ടാ ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, വർഷം 2015 ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 65,000 കിലോമീറ്റർ ഓടും, പെട്രോൾ മോഡൽ. അതെ. ഇതിൽ പ്രൊജക്ടർ വരുന്നുണ്ട്, ലൈറ്റ് ഒക്കെ. പിന്നെ 4 അലോയ് വീൽസ് ആണ് പറഞ്ഞത്. കമ്പനി വീൽസ്, 4 ടയറും അത്യാവശ്യം 85-90% വരുന്നുണ്ട്. പിന്നെ 4 ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC സെൻട്രൽ ലോക്ക് എല്ലാം കമ്പനിയുടെ സീരിയൽ. അതെ, ഇലക്ട്രിക്കൽ പറഞ്ഞത് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് പ്രൈസ് ഒക്കെ എങ്ങനെ ഉദ്ദേശിച്ചത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 380 ആണ് വരുന്നത്. 3,80,000. അതെ. ഇത് 1 ലിറ്റർ അല്ലേ? അതെ, 1 ലിറ്റർ എഞ്ചിനാണ്. 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ. അതെ, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓക്കെ, അപ്പൊ അടുത്ത വണ്ടി വരുമ്പോൾ ഒരു മൾട്ടി പർപ്പസ് മോഡലാണ്. ഫാമിലി യൂസിനും ബിസിനസ് യൂസിനും കടകളിലെ സാധനങ്ങളെ കൊണ്ടുവരും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. ചേട്ടാ ഇത് 5 സീറ്റർ ആണോ 7 സീറ്റർ ആണോ? ഇത് 5 സീറ്റർ AC ആണ് വരുന്നത്. AC വണ്ടിയാണ്. 5 സീറ്റർ. ഓക്കെ, ഇത് ഏത് വർഷം? ഇത് 2020 സിംഗിൾ ഓണർഷിപ്പ്,
സിംഗിൾ ഓണർഷിപ്പ് 2020. കിലോമീറ്റർ 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 1200 cc അല്ലേ? മാനുവൽ ട്രാൻസ്മിഷൻ. അതെ. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിന്റെ പ്രൈസ് വന്നിട്ട് 455 ആണ് വരുന്നത്. 1 ഇയർ മാരേജ് വാറന്റി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഓക്കെ. പിന്നെ EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അതെ അതെ. ടയേഴ്സ് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അതെ. നമുക്ക് അടുത്ത വണ്ടി നോക്കാം. ഓക്കെ. ഇയോണല്ലേ? അതെ. ഹ്യുണ്ടായി. വർഷവും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ട് 2017 മോഡല് ഇറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. ടു-ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, AC. കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 51,000. 51,000. ഓക്കെ. റേറ്റ് വന്നിട്ട് 275 വരുന്നത്. 2,75,000. ഇതിന് നമുക്കൊരു 5 വർഷം വരെ ഫിനാൻസ് കിട്ടും. 5 വർഷം കിട്ടും ഫിനാൻസ്. ഓക്കെ. അതൊക്കെ വേറെ അടുത്ത മോഡൽ നോക്കാം. അടുത്ത വരുമ്പോ ടിയാഗോ ആണല്ലേ? അതെ. ടാറ്റ ടിയാഗോ റെഡ് കളർ. ഇത് 2021 ബേസ് വേരിയന്റ് ആണ്. ബേസ് മോഡലാണ്. അതെ അതെ. പവർ സ്റ്റിയറിംഗ് AC ഉള്ളൂ. പിന്നെ ഇതിൽ അഡീഷണൽ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. അഡീഷണൽ ചെയ്യും. അതെ. ഇത് 2021 സിംഗിൾ ഓണർഷിപ്പ് ആണ്. 2021. അതെ. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 7,000 കിലോമീറ്റർ ഓടിക്കും. അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും. റീപ്ലേസ്മെന്റ് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇതിന്റെ റേറ്റ് എത്ര വരുന്നത്? ഇത് 465 വരും. 4,65,000. ഓക്കെ. നമുക്ക് അടുത്ത മോഡൽ നോക്കാം. അടുത്ത വരുമ്പോൾ മാരുതിയുടെ എക്സ്പ്രസ് ആണല്ലേ? അതെ. KL 35 രജിസ്ട്രേഷൻ, വൈറ്റ് കളർ എക്സ്പ്രസോ VXI എന്ന് പറഞ്ഞ വേരിയന്റ്, മിഡ് വേരിയന്റ്. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ, പിന്നെ കമ്പനി ബിൽഡ് സ്റ്റീരിയോ, സിംഗിൾ എയർ ബാഗ്, ABS. ഓക്കെ. ഇത് വർഷം 2020 മോഡൽ. 2020 മോഡൽ. അതെ അതെ. ഓണർഷിപ്പും കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് 27,000 കിലോമീറ്റർ, 445 വരും. 445 പ്രൈസ്. പിന്നെ 1 ഇയർ മാരേജ് വാറന്റി, 3 ഫ്രീ സർവീസ്. ഓക്കെ. 1 ഇയർ മാരുതിയുടെ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. ഹോണ്ടയുടെ ജാസ് ആണ്. ചേട്ടാ വർഷം 2017 മോഡല്. 2017 സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 47 ഓടിയിട്ടുള്ളൂ. 47,000. പെട്രോൾ വണ്ടിയല്ലേ? പെട്രോൾ വണ്ടി. ഐവിടെക് മിഡ് വേരിയന്റ് ആണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സൺക്ലോക്ക്, അങ്ങനെ ഫീച്ചേഴ്സ് എല്ലാം വരും. ഇത് എങ്ങനെയാ ഉദ്ദേശിക്കുന്ന റേറ്റ്? ഇത് 525 റേറ്റ് വരുന്നത്. 525. അതെ. വാറന്റി വരുന്നുണ്ടോ? വാറന്റി വരുന്നുണ്ട്. ഓക്കെ. ചേട്ടാ വർഷം 2021 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്, 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടോപ്പ് ആൻഡ് വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ടച്ച് സ്ക്രീൻ, ഡ്യുവൽ എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ. 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ 1000 cc. ഓക്കെ. പെട്രോൾ ആണ്. പിന്നെ EMI ഓപ്ഷൻസും വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഇത് വന്നിട്ട് 425. 4,25,000 നെഗോഷ്യബിൾ പ്രൈസ്. ഓക്കെ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് വണ്ടി വരുമ്പോൾ ഒരു 5 സീറ്റിൽ വരുന്ന മാരുതിയുടെ സെഡാൻ ആണ്. 5 സീറ്റർ വണ്ടിയാണ്. ചേട്ടാ ഇത് ഏതാ? സിയാസിന്റെ ഏത് വർഷം? ഇത് VXI പ്ലസ് 2017 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 38,000 കിലോമീറ്റർ. പെട്രോൾ വണ്ടി. അതെ. ഓക്കെ. ഇതില് ഫീച്ചേഴ്സ് എങ്ങനെയാണ്? ഇതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബ്ലൂടൂത്ത്, പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി ബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS ടൈപ്പ് എല്ലാം വരുന്നുണ്ട്. ഇതിൽ 4-ഡോർ പവർ വിൻഡോ, പവർ സ്റ്റിയറിംഗ്, ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെന്റ് അകത്തുനിന്ന് വരുന്നുണ്ട്. ബാക്കിൽ AC ഇവന്റ് വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ, AC എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് എങ്ങനെയാ? ഇതിന്റെ റേറ്റ് വന്നിട്ട് 710 ആണ് വരുന്നത്. 7,10,000. ഓക്കെ. അപ്പോൾ അടുത്ത വണ്ടി വരുമ്പോൾ വാഗണർ, അതും വൈറ്റ് കളറാണ്. KL 01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ മോഡൽ. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. വാഗണറിന് 1 ലിറ്റർ അല്ലേ? അതെ. 1 ലിറ്റർ 3 സിലിണ്ടർ വരുന്ന മോഡലാണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 2022 മോഡൽ. 2022. സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 7,000 കിലോമീറ്റർ ഓടി. 7,000 ഓടിയുള്ളൂ. അതെ. VXI ഓട്ടോമാറ്റിക്. എയർ ബാഗ് സിംഗിൾ എയർ ബാഗ്, ABS, VXI വേരിയന്റ്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ ഉണ്ട്, സ്റ്റീരിയോ, അങ്ങനെ മിക്ക ഫീച്ചേഴ്സും എല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആയിട്ടുള്ള എക്സ്റ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവൈലബിൾ ആണ്. റീപ്ലേസ്മെന്റ് വേറെ ഇഷ്യൂസ് അങ്ങനെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. ഓക്കെ. ഇതിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് വരുമ്പോൾ 660 വരും. 6,60,000. അതെ. നെഗോഷ്യബിൾ പ്രൈസ്. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇവിടെ വണ്ടികളുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ വീഡിയോന്റെ സൈഡിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അഡ്രസ്സും കൊടുത്തിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇത്രയും നേരം വണ്ടിയുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് വിഷ്ണു ചേട്ടന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.